ആ സ്റ്റേജിൽ രാമകൃഷ്ണനെ കൊണ്ടുവന്ന് മോഹിനിയാട്ടം കളിപ്പിക്കാൻ പറ്റുമെന്ന് ആണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത്. അദ്ദേഹം അന്ന് അവൈലബിൾ ആണെങ്കിൽ, അദ്ദേഹത്തിന് ടീമുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ശമ്പളം കൊടുത്തുകൊണ്ട് അത് ചെയ്യിക്കണം. ഇന്നലെ ഒരുപാട് തവണ അദ്ദേഹത്തെ വിളിച്ചു. അല്ലാതെ പബ്ലിക്കായിട്ട് വന്ന് അങ്ങോട്ടെറിഞ്ഞ് ഇങ്ങോട്ടെറിഞ്ഞ് ആ കളിക്ക് എന്നെ വിളിക്കല്ലേ. ഇന്നലത്തെ ഒരു ദിവസം തൃശ്ശൂരും കേരളം ആകെ ചർച്ച ചെയ്തതാണ് അങ്ങയുടെ സഹപ്രവർത്തനായ കലാഭവന്റെ സഹോദരന് നേരെ. അല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെയുള്ള വിഷയങ്ങൾ ഞാൻ പറയുന്നത് അതെല്ലാം വിഷയമാണ്. അത് നിയമപരമായിട്ട് ഡീൽ ചെയ്യേണ്ട വിഷയമാണ്. ഇത് കേൾക്കൂ. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? വികസനം അല്ലെങ്കിൽ ഭരണത്തിൻ്റെ പേരിൽ നടത്തിയ ക്രൗര്യം, ആ ഭരണത്തിൻ്റെ ക്രൗര്യത്തെ ചോദ്യം ചെയ്യാനുള്ള പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വത്തിലെ വീഴ്ച, ഇതെല്ലാം ചർച്ചയിൽ നിന്ന് പോയില്ലേ? അവരൊക്കെ അതാണ് ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ നിയമപരമായി ഡീൽ ചെയ്യേണ്ട കാര്യമാണ്. ഇത് കൊണ്ടുവന്ന് ഇലക്ഷനിൽ ജനങ്ങളെ ധരിപ്പിക്കേണ്ടതായ കാര്യങ്ങൾ മറച്ചു വയ്ക്കാനുള്ള ശ്രമം ഒരു ഭാഗത്തുണ്ടാവുന്നു എന്നുള്ളത്. അതിൻ്റെ തൊട്ട് തലേ ദിവസം വരെ എന്നെ ക്രൂശിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് ക്രൂശിക്കുന്നതിന് മുമ്പ് തന്നെ ഉയർപ്പുണ്ടായി എന്ന് കണ്ടപ്പോഴത്തേക്കും അതിനെയും മൂടിക്കെട്ടണം, അതിനും ഒരു വിഷയം കൊണ്ടുവരണം. ഇതായിരിക്കാം. ഞാൻ അതിനകത്ത് പറഞ്ഞ ആളിനെ കുറ്റം പറയുകയോ അതിൻ്റെ ആഘാതം ഏറ്റുവാങ്ങിയ ആളിനെ പ്രകീർത്തിക്കാനോ അല്ല നിൽക്കുന്നത്. 28-ാം തീയതി എൻ്റെ അമ്പലത്തിൽ എൻ്റെ ചെറപ്പാണ്, എൻ്റെ നക്ഷത്രമാണെന്ന് ചോദി. എല്ലാ വർഷവും എൻ്റെ അച്ഛൻ അപ്പൂപ്പന്മാർ തൊട്ട് ഒരു ദിവസം ഞങ്ങളുടെ ചെറപ്പാണ്. ഇപ്പോൾ ഞാനത് ഏറ്റെടുത്തതിന് ശേഷം എൻ്റെ നക്ഷത്രത്തിലാണത് ചെയ്യുന്നത്. എൻ്റെ കുടുംബം എല്ലാവരും ഒത്തുചേർന്ന് നിന്നാണ് ചെയ്യുന്നത്. അവിടെ ഇപ്പം പരിപാടികളൊന്നും അങ്ങനെ നടക്കാറില്ല. 41 ദിവസം 1, 2, 3 സ്റ്റേജ് പ്രോഗ്രാംസ് നടത്തിയിരുന്നു. അവിടുത്തെ സിനിമാസ്കോപ്പ് സ്റ്റേജ് ആദ്യമായിട്ട് കേരളത്തിൽ വരുന്നത് അവിടെയാണ്. അതെൻ്റെ അച്ഛനാണ് അത് നിർമ്മിച്ചത്. അതിൻ്റെ ബേസിക് സ്റ്റേജ് എന്ന് പറയുന്നത് സാധാരണ സ്റ്റേജ്, അതെൻ്റെ അപ്പൂപ്പനാണ് നിർമ്മിച്ചത്. ആ സ്റ്റേജിൽ രാമകൃഷ്ണനെ കൊണ്ടുവന്ന് മോഹിനിയാട്ടം കളിപ്പിക്കാൻ പറ്റുമെന്ന് ആണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത്. അദ്ദേഹം അന്ന് അവൈലബിൾ ആണെങ്കിൽ, അദ്ദേഹത്തിന് ടീമുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ശമ്പളം കൊടുത്തുകൊണ്ട് അത് ചെയ്യിക്കണം. എൻ്റെ നടപടികൾ അങ്ങനെയാണ്. ഞാനതാ ആഗ്രഹിക്കുന്നത്. ഇന്നലെ ഒരുപാട് തവണ അദ്ദേഹത്തെ വിളിച്ചു. അല്ലാതെ പബ്ലിക്കായിട്ട് വന്ന് അങ്ങോട്ടെറിഞ്ഞ് ഇങ്ങോട്ടെറിഞ്ഞ് ആ കളിക്ക് എന്നെ വിളിക്കല്ലേ. ഇലക്ഷനിലും ഞാൻ എൻ്റെ കാര്യം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. താരതമ്യ പഠനം ഒന്നുമല്ല. പഠനം, ആ പഠനത്തിൻ്റെ ഫലമായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇൻഫ്ലക്സ് ഓഫ് മെറ്റീരിയൽ, അത് കരുവന്നൂരായാലും സിദ്ധാർത്ഥായാലും ശരത്ലാലായാലും കൃപേഷായാലും വാളയാറായാലും ഇതെല്ലാം ജനങ്ങളെ ഓർമ്മിപ്പിക്കും. ഞാൻ അത് ഓർമ്മിപ്പിക്കുന്നതിനകത്ത് പ്രയാസമുള്ളവർ ഇങ്ങനെയുള്ള വിഷയങ്ങളെടുത്ത് അതിന് പുകമറ സൃഷ്ടിക്കും. ജനങ്ങളതിൽ വഞ്ചിതരാവരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ.